എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ഇന്നത്തെ കഥ കടമറ്റത്തു കത്തനാർ. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്തു കത്തനാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളവാസികളിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാതാപിതാക്കന്മാർ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഏകാഗിയായി തീർന്നു. ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത്. നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാത്ത ഏകാഗിയായി ആ ചെറ്റപ്പുരയിൽ താമസിക്കുക എന്നുള്ളത് കൊച്ചു പൗലോസിന് ഏറ്റവും ദുഷ്കരവും ദുസ്സഹവും ദുഃഖവുമായി തീർന്നു. അതിനാൽ അവൻ ഒരു ദിവസം ആ വാസസ്ഥലത്ത് നിന്നിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്നു തൻ്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തിമാർഗം ഉണ്ടാക്കിത്തരണമെന്ന് ഭക്തിപൂർവം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ ദൈവപ്രേരിതനായിട്ടോ എന്ന് തോന്നുമാറ് അവിടെ വരികയും കൊച്ചു പൗലോസിനെ കണ്ടിട്ട്, ഏറ്റവും സുമുഖനും കോമളനുമായ ഈ ബാലകൻ ദുസ്സഹ ദുഃഖ പാരവശ്യത്തോടുകൂടി ഇവിടെ വന്നു മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് വിചാരിച്ച് അവനെ അടുക്കൽ വിളിച്ച് വിവരമെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലോസ് തൻ്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഉടനെ ആർദ്ര മാനസനായി ഭവിച്ച ആ കത്തനാർ, "നീ ഒട്ടും വ്യസനിക്കേണ്ട, ഇവിടെ വന്ന് എന്നോടുകൂടി താമസിച്ചു കൊള്ളുക. നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടിനും ഇടയാക്കാതെ രക്ഷിച്ചു കൊള്ളാം" എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചു. വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു. കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലോസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാവുകയാൽ കത്തനാർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്നവയെല്ലാം സ്വയമേവ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം, സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പാട്ടക്കാരൻ ഗ്രഹിക്കേണ്ടുന്ന വിഷയങ്ങളിലും അതിനിപുണനായി തീർന്നു. അനന്തരം കൊച്ചു പൗലോസിന് ഷെമ്മാശു പട്ടം കൊടുത്തു. അന്നു മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് ഷെമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു. ആ ഭൃത്യൻ രാവിലെ വല്ലതും ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്കുണ്ണാൻ പൊതിച്ചോറും കെട്ടിയെടുത്ത് പശുക്കളെയെല്ലാം അഴിച്ചുവിട്ട് അടുക്കലുള്ള മലമുകളിൽ കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ പശുക്കളെയും കൊണ്ട് മടങ്ങി വരിക പതിവായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി നേരം വൈകിയപ്പോൾ എല്ലാറ്റിനെയും തിരിച്ചെത്തിച്ചു കൊണ്ടുപോകുന്ന സമയം മധ്യമാർഗം നിന്ന് ഒരു വ്യാഘ്രം ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അതു കണ്ട ശേഷം പശുക്കൾ വിരണ്ട് 4 പുറത്തേക്ക് ഓടുകയും വ്യാഘ്രം അടിച്ചു വീഴ്ത്തിയ പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പായുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഭയപരിവശനായി തീർന്ന പശുപാലക ഭൃത്യൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിവരം കത്തനാരെ ധരിപ്പിച്ചു. പ്രാണാധിക സ്നേഹത്തോടു കൂടി രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നതായി കേട്ടു കത്തനാർ വിഷണ്ണനായി തീർന്നു. ഉടനെ അദ്ദേഹം ആയുധപാണികളായ ചില അനുജന്മാരോടും പൗലോസ് ഷെമ്മാശനോടും കൂടി പശുക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ കാട്ടിൽ കയറിയതിൻ്റെ ശേഷം ഓരോരുത്തരും പല വഴികളിലായി പിരിഞ്ഞാണ് അന്വേഷണം നടത്തിയത്. സ്വല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടുകയും അന്ധകാരം കൊണ്ട് ഒന്നും കാണാൻ വയ്യാതായി തീരുകയും ചെയ്യുകയാൽ ഇന്നിനി അന്വേഷിച്ചത് കൊണ്ട് ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാരും കൂട്ടരും മടങ്ങിപ്പോന്നു. കത്തനാര് വീട്ടിലെത്തിയപ്പോഴേക്കും വ്യാഘ്രം പിടിച്ച ഒരു പശു ഒഴികെ ശേഷമെല്ലാം അവയുടെ ശാലകളിൽ വന്നെത്തിയിരുന്നു. ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടാതെ ഇങ്ങ് വന്നെത്തിയല്ലോ എന്ന് വിചാരിച്ച് കത്തനാര് ഒരുവിധം സമാധാനപ്പെട്ടു. അപ്പോഴാണ് പൗലോസ് ഷെമ്മാശൻ്റെ കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. രാത്രി നേരം വളരെ അധികമായിട്ടും ഷെമ്മാശൻ മടങ്ങി വരായികയാൽ കത്തനാർ ഏറ്റവും വ്യസനാക്രാന്തനായി തീർന്നു. പോയത് ഒരുമിച്ചാണെങ്കിലും കാട്ടിൽ പോന്നതിൻ്റെ ശേഷം കത്തനാരാകട്ടെ വേറെ കൂടെ ഉണ്ടായിരുന്നവരാകട്ടെ ആരും ഷെമ്മാശനെ കാണുകയുണ്ടായില്ല. സമയം അതിക്രമിക്കും തോറും കത്തനാർക്ക് വ്യസനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഷെമ്മാശനെ കുറിച്ച് പുത്രനിർവിശേഷമായ വാത്സല്യം ഉണ്ടായിരുന്നു. കത്തനാരും ഷെമ്മാശനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ്. അതിനാൽ ഷെമ്മാശൻ കൂടെ വന്നിട്ട് അത്താഴം ഉണ്ണാമെന്ന് വിചാരിച്ചു കത്തനാർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു. എന്നിട്ട് ഷെമ്മാശൻ വന്നില്ല. അതിനാൽ കത്തനാർ അത്താഴമുണ്ടു എന്ന് വരുത്തി ഉറങ്ങാനായി പോയി കിടന്നു. എങ്കിലും മനോവിചാരം മൂലം അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല.
അദ്ദേഹം ഇരുന്നും കിടന്നും ശയനമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒരു വിധത്തിൽ നേരം വെളിച്ചമാക്കി. കത്തനാർ വെളുപ്പാങ്കാലത്തെ എണീറ്റു ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് 10-15 കൂട്ടുകാരോട് കൂടി കാട്ടിലേക്ക് പോയി. അവിടെ അടുത്തുള്ള കാടും മലയും എല്ലാം തിരഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടും വന്നു കാണായികയാൽ ഷെമ്മാശിനെയും കടുവ പിടിച്ചു തിന്നതാണെന്ന് തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തി. എങ്കിലും കത്തനാർ അങ്ങനെ തീർച്ചയാക്കിയില്ല. അത്യന്തം സുശീലനും ദൈവഭക്തനുമായ ആ മനുഷ്യന് അങ്ങനെയുള്ള ദുർമരണത്തിന് ദൈവം ഇടവരുത്തുകയില്ലെന്നായിരുന്നു കത്തനാരുടെ വിചാരം. അതിനാൽ അദ്ദേഹം ഷെമ്മാശൻ്റെ രക്ഷയ്ക്കായി സദാ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ ഷെമ്മാശന് ജീവഹാനി സംഭവിച്ചിട്ടില്ല. എന്നാൽ സ്വല്പം ചില കുഴപ്പങ്ങൾ പറ്റാതെയിരുന്നുമില്ല. അദ്ദേഹം കാട്ടിൽ കയറി വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. പശുക്കളിൽ ഒന്നിനെ പോലും അവിടെ എങ്ങും കാണായികയാൽ ഒടുക്കം വലിയ മനസ്താപത്തോടുകൂടി വാസസ്ഥലത്തേക്ക് തന്നെ മടങ്ങി. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നടന്നാൽ പിശാചുകൾ കണ്ണുകെട്ടി വഴിയറിയാൻ വയ്യാതെയാക്കുമെന്നും മറ്റു ചിലർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടോ എന്തോ. കുറേ നടന്നപ്പോൾ ഷെമ്മാശനും വഴിതെറ്റിയെങ്കിലും അദ്ദേഹം അത് തൽക്കാലം അറിഞ്ഞില്ല. വികാരിയുടെ വീട്ടിലേക്കെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. വളരെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്തെത്തായെങ്കിൽ അദ്ദേഹത്തിന് ഭയം തോന്നി തുടങ്ങി. ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി, ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ. ഇതെന്താണ്? എനിക്ക് വഴി തെറ്റിപ്പോയതായിരിക്കുമോ? ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് കൂടിയാൽ 2 നാഴികയാവട്ടെ, അതിലധികം വഴിയില്ല. ഞാൻ നടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 നാഴികയായിരിക്കണം. ഇതെന്തൊരു അത്ഭുതമാണ്! ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇരുട്ടിൻ്റെ കാഠിന്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണാൻ വയ്യാതെ ആയിരിക്കുന്നു. വല്ലവരോടും വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ആരെയും കാണാനുമില്ല. മനുഷ്യരുടെ ശബ്ദം കേൾക്കുക പോലും ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് സാധുശീലനായ ആ ഷെമ്മാശൻ ഒരു സ്ഥലത്തു നിന്നു. അതൊരു വലിയ ഗുഹയുടെ വാതിൽക്കലായിരുന്നു. ഷെമ്മാശൻ വിചാരമഗ്നനായി ഇങ്ങനെ നിന്ന സമയം അതിഭയങ്കര മൂർത്തിയായ ഒരാൾ പിന്നിൽ കൂടി ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഗുഹാന്തർഭാഗം ആദ്യം ഘോരാന്ധകാരമായും വിജനമായിട്ടുമാണ് കാണപ്പെട്ടത്. സ്വല്പം ദൂരെ ചെന്നപ്പോൾ അവിടെ നിറച്ചു വിളക്കുകളും പകൽ പോലെ വെളിച്ചവും കണ്ടു തുടങ്ങി. ഷെമ്മാശനെ എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ അവിടെ അതിവിശാലമായൊരു സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവിടെ ആസ്ഥാനസ്ഥനായിരിക്കുന്ന ഗംഭീര പുരുഷന്റെ അടുക്കൽ ചെന്ന് സവിനയം എന്തോ സ്വകാര്യമായി പറഞ്ഞു. ആസനസ്ഥനായിരുന്ന ആ ആളുടെ അക്കൽ പഞ്ചപുച്ഛമടക്കി വന്നിച്ചുകൊണ്ട് ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും നഗ്നന്മാരും ഒരുപോലെ ഭയങ്കരാകൃതികളുമായിരുന്നു. എങ്കിലും ഒരാളുടെ ഇരിപ്പും മറ്റുള്ളവരുടെ നിൽപ്പും കൊണ്ട് അവരുടെ സേവക ഭാവം സ്പഷ്ടീഭവിച്ചിരുന്നു. അവരെ ആകപ്പാടെ കണ്ടപ്പോൾ മുമ്പേ തന്നെ ഒരു ഭയങ്കര മൂർത്തിയാൽ ആക്രാന്തനാകിയാൽ അർദ്ധഗത പ്രാണനായി തീർന്നിരുന്ന ഷെമ്മാശൻ്റെ പ്രാണൻ മുഴുവനും പോയി എന്നു തന്നെ പറയാം. അദ്ദേഹം ഒരു ജീവച്ഛവം പോലെ അവിടെ നിന്നുവെന്നേയുള്ളൂ. അദ്ദേഹം മനസ്സുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നതിലായിരിക്കാം നിലത്ത് വീഴാതെ ഒരുവിധം നിന്നത്. അദ്ദേഹം കണ്ടഗത പ്രാണനായി അങ്ങനെ നിൽക്കവേ ചില ബീഭത്സാകൃതികൾ അവിടെ വന്ന് ആ കൂട്ടത്തിൽ തലവനായി ഇരുന്നിരുന്ന ആളോട്, ഇപ്പോൾ കൊണ്ടുവരപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ച് പങ്കുവെച്ച് തിന്നുകൊള്ളട്ടെയോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഷെമ്മാശൻ്റെ മനസ്ഥിതി എന്തു പ്രകാരമായി തീർന്നിരിക്കുമെന്നുള്ളത് വായനക്കാർ തന്നെ ഊഹിച്ചു കൊള്ളുകയല്ലാതെ പറഞ്ഞറിയിക്കാൻ ഞാൻ ശക്തനല്ല. എങ്കിലും ആ പ്രധാന പുരുഷൻ മറ്റുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ സ്വല്പം ക്ഷമിക്കുവേൻ. ഇവൻ ഒരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ പരീക്ഷിച്ചു നോക്കട്ടെ. ഇവൻ നമ്മോട് കൂടി താമസിക്കാൻ യോഗ്യനല്ലെന്നു കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട, പോയിക്കൊള്ളുവിൻ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നാണ്. ഇത് കേട്ട് ആ വികൃതാകൃതികൾ വിഷാദത്തോടുകൂടി പിന്മാറിപ്പോയി. ഉടനെ കാട്ടുമുട്ടനായ ആ പ്രമാണി ഷെമ്മാശിനെ അടുക്കൽ വിളിച്ച് ഏറ്റവും വാത്സല്യഭാവത്തോടുകൂടി, അല്ലയോ സാധുവായ യുവാവേ, നീ ആരാണ്? എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്? എൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടെ താമസിക്കുവാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട. ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ എങ്ങനെയായാലും നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇവിടെ വന്നു ചേർന്നവരെ വിട്ടയക്കുക പതിവില്ല. നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും. അല്ലാത്തവരെ ഇവിടെയുള്ള മനുഷ്യഭോജികൾ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടത്തെ പതിവ് എന്ന് പറഞ്ഞു. ഇതു കേട്ടു ഷെമ്മാശൻ, ഈ ദുഷ്ടൻ്റെ വരുതി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും. ഇവൻ്റെ ഇഷ്ടമനുസരിച്ചു താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്നു പോയി രക്ഷപ്പെടാൻ തരം കിട്ടിയെന്നും വരാമല്ലോ എന്ന് വിചാരിച്ച്, ഇവിടത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നെ ആരും പിടിച്ചു ഭക്ഷിക്കാതെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ താൻ ആരാണെന്നും ആ ഗുഹയിൽ ചെന്നു ചേർന്നത് ഇന്ന പ്രകാരമാണെന്നും മറ്റും വിവരിച്ച് അവനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഷെമ്മാശൻ്റെ ആകൃതിയും പ്രകൃതിയും വാക്കും വിനയഭാവവും എല്ലാം ആ സംഘപ്രമാണിക്ക് വളരെ ബോധിച്ചു. അതിനാൽ സന്തോഷസമേതം അവൻ വീണ്ടും പറഞ്ഞു,
നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. നീ ഒരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് മന്ത്രവാദവും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായ വിദ്യകളും നല്ലപോലെ അറിയാം. അവയെല്ലാം നിന്നെയും നാം പഠിപ്പിക്കാം. നാം ഒരു മലയരയനാണ്. മലയരയന്മാർക്ക് പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട്. നാം അത് വിശേഷിച്ചും കൂടുതലായി പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരിൽ മിക്കവരും എൻ്റെ ജാതിക്കാരാണ്. നിന്നെപ്പോലെ ഇവിടെ വന്നു ചേർന്നവരും അന്യജാതിക്കാരും ചിലരുണ്ട്. എല്ലാവരും നമ്മുടെ വൃത്യർ തന്നെ. നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം നാട്ടുമ്പുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും നാം ആരെയും അറിയിച്ചിട്ടില്ല. അതൊന്നും ആരും അറിയരുതെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തത്. നമ്മുടെ ഭൃത്യന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട്. അവരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നീ ഇവിടെ നമ്മുടെ ശിഷ്യരായി താമസിക്കാമെന്നു തന്നെ തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക. നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ലെന്നാണ് ഏർപ്പാട്. നഗ്നനായി താമസിക്കുന്ന കാര്യം ഷെമാശന് ഒട്ടും സമ്മതമല്ലായിരുന്നു. എങ്കിലും ഗത്യന്തരമില്ലാതെ ഇരുന്നതിനാൽ ആ ക്രൂരൻ പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും അവിടെ തന്നെ താമസിച്ച് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മന്ത്രവാദം മുതലായവ പഠിച്ചു തുടങ്ങുകയും ചെയ്തു. വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കര മൂർത്തികളുമായ ആ ദുഷ്ടന്മാരുടെ സഹവാസം സുശീലനായ ഷെമാശന് ഒട്ടും സന്തോഷവാഹമല്ലായിരുന്നു. എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പൗലോസ് ഷെമാശൻ ഒരു വ്യാഴവട്ടം, അതായത് 12 സംവത്സരം തികച്ചും ആ ഗുഹയിൽ താമസിച്ചു. അത്രയും കാലം കൊണ്ട് ആ മലയരയൻ പഠിച്ചിരുന്ന വിദ്യകൾ മുഴുവനും ഷെമാശനെ പഠിപ്പിക്കുകയും ബുദ്ധിമാനായ ഷെമാശൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷെമാശന് ആ ഗുരുവിനെക്കുറിച്ച് വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായിത്തീർന്നു. അപ്രകാരം തന്നെ ആ ഗുരുവിന് ശിഷ്യനെക്കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനിർവിശേഷമായ വാത്സല്യവും ഉണ്ടായി. എങ്കിലും ഇനി ഇവിടെ നിന്ന് വല്ല പ്രകാരവും വിളിച്ചു ചാടണമെന്നുള്ള വിചാരം ഷെമാശനും ഇനി ഇവൻ നമ്മെ പറ്റിച്ചു ചാടിപ്പോയേക്കാം എന്നുള്ള വിചാരം ആ മലയരയനും ഉണ്ടാകാതിരുന്നില്ല. അതിനാൽ മലയരയൻ ഷെമാശനെ സദാ സൂക്ഷിച്ചു കൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കെട്ടി. അവർ രാത്രിയും പകലും ഒരുപോലെ ഗുഹാദ്വാരത്തിങ്കൽ കാവലായി. എന്നു മാത്രമല്ല, രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തരും മാറി മാറി ഉറക്കമിളച്ചിരുന്നു. കൂടെ കൂടെ ഷെമാശനെ വിളിക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ഷെമാശൻ മൂളണമെന്നും ഏർപ്പാട് വയ്ക്കുകയും ചെയ്തു. അതിനാൽ തൻ്റെ മനോരാജ്യം സാധിക്കാതെ ഷെമാശൻ വല്ലാതെ കുഴങ്ങിവശായി. എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവൽക്കാരെ എല്ലാം മയക്കി വെളിയിൽ ചാടുന്നതിനുള്ള വിദ്യ ഷെമാശന് അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതിനാലാണ് അദ്ദേഹം കുഴങ്ങിയത്. ഏതുവിധവും പോകണമെന്നുള്ള വിചാരം മൂത്തുവരികയും അതിന് നിവൃത്തിയില്ലാതെയായി തീരുകയും ചെയ്യുകയാൽ ഷെമാശൻ ഏറ്റവും വിഷണ്ണനായി ഭവിച്ചു. വിഷാദം നിമിത്തം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങാനും ആസ്തി കുറയുകയും സദാ ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പതിവ് പോലെയല്ലാതെ വിഷണ്ണനായി കാണുകയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ മലയരയനെ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ച്, നിനക്കെന്താണ് ഈയിടെ വലിയ വിഷമമുള്ള പോലെ ഇരിക്കുന്നത്? സത്യം പറയണം, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ എന്ന് സ്വകാര്യമായി ചോദിച്ചു. ഷെമാശൻ, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിനനുവദിക്കുകയില്ലല്ലോ. അവിടുന്ന് അനുവദിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം അത് സാധ്യവുമല്ല. അവിടുത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിനും എനിക്ക് വളരെ സങ്കടമുണ്ട്. എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നതുവരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം സാമാന്യത്തിലധികം എനിക്കുണ്ട്. ഈ 2 വിചാരവും കൂടി എന്നെ അത്യധികം വിഷണ്ണനായി തീർത്തിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് പരമാർത്ഥം. ഇനി അവിടുത്തെ കൽപ്പന പോലെ. മലയരയനെ, നീ സത്യം പറഞ്ഞതിനെക്കുറിച്ച് നാം അത്യന്തം സന്തോഷിക്കുന്നു. നിന്നെ വിട്ടുപിരിയുന്ന കാര്യം നമുക്കും വളരെ സങ്കടമായിട്ടുള്ളതാണ്. നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വരുന്നവരെ വിട്ടയക്കുക നമ്മുടെ പതിവിന് വിരോധവുമാണ്. നാം മനസ്സാലെ നിന്നെ വിട്ടയച്ചാൽ നാം ഒരു അസ്ഥിര ചിത്തനാണെന്ന് ഇവിടെയുള്ളവർ വിചാരിക്കും. അതിനാൽ നാം അപ്രകാരം ചെയ്യുകയില്ല. എങ്കിലും നിന്റെ മനസ്സുപോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു. നാം ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ഭാവത്തിൽ ഇരുന്നേക്കാം. നമ്മുടെ കാവൽക്കാരറിയാതെ പോരുവാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക. നിനക്കും നിന്റെ ആദ്യ രക്ഷിതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ നമ്മെയും കാലാന്തരത്തിൽ മറന്നു കളയുകയില്ലെന്ന് നാം വിശ്വസിക്കുന്നു. ഷെമാശൻ, എൻ്റെ ജീവനുള്ള കാലത്ത് ഞാൻ അവിടുത്തെ വിസ്മരിക്കുകയോ അവിടുത്തെക്കുറിച്ച് എനിക്കുള്ള ഭക്തി ബഹുമാനങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുന്നതല്ല. മലയരയൻ, എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എന്നെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം ചെയ്യണം. ഷെമാശൻ ഇതു കേട്ടയുടനെ സസന്തോഷം സത്യം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങുകയും അന്ന് രാത്രിയിൽ തന്നെ
ചില വിദ്യകൾ പ്രയോഗിച്ചു കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിട്ട് യഥേഷ്ടം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അദ്ദേഹം അവിടെ ചെന്ന ദിവസം അഴിച്ചു സൂക്ഷിച്ചു വെച്ചിരുന്ന ഉടുപ്പുകളും തൊപ്പിയുമെല്ലാം എടുത്തുകൊണ്ടാണ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിനാൽ പുറത്തിറങ്ങിയ ഉടനെ അവയെല്ലാം ധരിച്ച് ഷമ്മാശൻ്റെ വേഷത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അന്നു നിലാവുള്ള കാലമായിരുന്നതിനാൽ കുറേ നടന്നപ്പോൾ ആ പെരുങ്കാട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു. എങ്കിലും അവ എങ്ങോട്ടെല്ലാം എന്നുള്ളവയാണെന്ന് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലട്ടെ, മനുഷ്യരുടെ ദിക്കിലെത്തിയാൽ പിന്നെ ചോദിച്ചറിഞ്ഞ് സ്വദേശത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവയിൽ ഒരു വഴി അദ്ദേഹം നടന്നു തുടങ്ങി. അദ്ദേഹം ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരിക്കുന്നത് 3:45 നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാഞ്ഞിട്ട് പിന്നാലെ ഓടിയെത്തിയേക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത്. അങ്ങനെ പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യസഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വല്പം സമാധാനമായി. എങ്കിലും ഭയം മുഴുവനും വിട്ടുമാറിയില്ല. അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ നടന്നു. 5-8 നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും കലശലാവുകയാൽ നടക്കാൻ വയ്യാതെയായി. അതിനാൽ വഴിയരികിൽ കണ്ടതായ ഒരു ചെറിയ വീട്ടിൽ കയറി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ഷമ്മാശൻ, വലിയമ്മേ, എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു, കുറച്ച് കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു. വൃദ്ധ, എൻ്റെ മകനെ, അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് കഞ്ഞി തരുന്നത്? ഇനി വല്ലിടത്തും പോയി അരി മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ. അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പങ്കുതരാം. ഷമ്മാശൻ, അരിയുടെ ഒരു തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ? വൃദ്ധ, ഒന്നോ ഒരു മുറിയോ അരി എൻ്റെ വീട്ടിൽ തട്ടിക്കുടഞ്ഞാൽ കാണുമായിരിക്കും. അതുകൊണ്ട് എന്തു കാണിക്കാനാണ്? ഷമ്മാശൻ, ഒരരിയെങ്കിലും എടുത്തുകൊണ്ട് വരണം. നമുക്കതുകൊണ്ട് വല്ലതും കൗശലമുണ്ടാക്കാം. വൃദ്ധ, എൻ്റെ മകനെ, നിനക്ക് പിച്ചുണ്ടോ? ആട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ചെന്ന് അവരുടെ അരി വെട്ടി തട്ടിക്കുടഞ്ഞിട്ട് ഒരു പൊടി അരി കിട്ടിയത് ഷമ്മാശൻ്റെ കയ്യിൽ കൊണ്ടു ചെന്ന് കൊടുത്തു. ഉടനെ ഷമ്മാശൻ, ഇനി വല്യമ്മ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് വെറും കമ്പമാണെന്ന് വൃദ്ധയ്ക്ക് തോന്നി. എങ്കിലും ഇയാൾ എന്തു ചെയ്യുന്നെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വൃദ്ധ ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു വെള്ളം തിളപ്പിച്ചു. അപ്പോൾ ഷമ്മാശൻ ആ പൊടിയരി കൊണ്ടുചെന്ന് വെള്ളത്തിലിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാത്രം നിറച്ചും കഞ്ഞിയുണ്ടായി. ഇത് കണ്ട് വൃദ്ധ വിസ്മയിച്ചു. ഉടനെ അവർ ഉപായത്തിലൊരു പുഴുക്കുമുണ്ടാക്കി. ഷമ്മാശന് കഞ്ഞി വിളമ്പിക്കൊടുത്തു. രണ്ടുപേരും വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പാത്രത്തിൽ അരയിടം കഞ്ഞി ശേഷിച്ചു. ഷമ്മാശൻ മലയറിയൻ്റെ അടുക്കൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചിട്ട് ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കെടുത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതുമായിരുന്നു. കഞ്ഞി കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഷമ്മാശൻ വൃദ്ധയോട് ഇവിടെ നിന്ന് കടമറ്റത്തു പള്ളിയിലേക്ക് എന്ത് ദൂരമുണ്ട് എന്ന് ചോദിച്ചു. ഒരു 4 നാഴികയെ കാണും എന്ന് വൃദ്ധ പറഞ്ഞു. എന്നാൽ പരിഭ്രമിപ്പാനൊന്നുമില്ല എന്ന് വിചാരിച്ച് ഷമ്മാശൻ അവിടെ തന്നെ കിടന്നുറങ്ങി. ഉണർത്തെണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്നും പുറപ്പെട്ടു. വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് സന്ധ്യയ്ക്ക് മുമ്പായി പഴയ വാസസ്ഥലത്തെത്തി. കത്തനാരെ കണ്ടു വന്നിച്ചു. ഷമ്മാശനെ കണ്ടിട്ടു കത്തനാർ ആളറിഞ്ഞില്ല. അതിനാൽ ഷമ്മാശൻ, അച്ഛൻ എന്നെ അറിഞ്ഞില്ലയോ? ഞാൻ ഇവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലോസാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കത്തനാർ, അയ്യോ എൻ്റെ കുഞ്ഞെ, താൻ മരിച്ചുപോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രു പൊഴിച്ചു. അപ്പോൾ ഷമ്മാശന് സന്തോഷ പാരവശ്യത്താൽ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെ കുറച്ചു നേരത്തേക്ക് സന്തോഷാധിക്യത്താൽ 2 പേർക്കും സംസാരിക്കാൻ ശബ്ദം പുറപ്പെടാതെയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കത്തനാർ ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് താൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഷമ്മാശൻ, ഞാൻ അന്ന് പശുക്കളെ അന്വേഷിച്ചു കാട്ടിൽ നടന്നപ്പോൾ വഴി തെറ്റി നടന്ന് ഒടുക്കം പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ചേർന്നു. അവിടെ വെച്ച് ചില ദുഷ്ടന്മാർ എന്നെ പിടിച്ചു കാരാഗൃഹത്തിലാക്കി. അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് തരം കിട്ടിയുള്ളൂ. ഉടനെ ഞാൻ പോരുകയും ചെയ്തു. കത്തനാർ, ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും തിരിച്ചു പോരാൻ സാധിച്ചുവല്ലോ, അതുതന്നെ ഭാഗ്യം. എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ട് വീണ്ടും ജനിച്ചു വന്ന പോലെയുള്ള സന്തോഷം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഓടി വിയർത്ത് കിടുകിടാ വിറച്ചുകൊണ്ട് അവിടെ എത്തി. അയ്യോ, നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു. ഓരോന്നിൻ്റെ സ്വരൂപം അങ്ങനെ ഇരിക്കുന്നു. അവരെ കണ്ടാൽ തന്നെ പേടിച്ച് ചത്തുപോകും. നേരം സന്ധ്യയായല്ലോ, പള്ളിയിൽ കയറി മണിയടിക്കാൻ നിവൃത്തിയില്ല. അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ച് ജീവനോടെ വിഴുങ്ങും, സംശയമില്ല. ഓരോന്നിൻ്റെ പൊക്കം ഓരോ കൊന്നത്തങ്ങളുമുണ്ട്. പിടിച്ചാൽ പിടി മുറ്റത്തൊക്കെ വേണം കരിങ്കല്ല് കൊണ്ട് വാർത്തെടുത്ത പോലെ എല്ലാം കറുകറയിരിക്കുന്നു. ഇനി എന്താ നിവൃത്തി? ഇന്ന് പള്ളിയിൽ മണിയടി നമസ്കാരവും ഒന്നും വേണ്ടയോ? അത് അച്ഛൻ നിശ്ചയിക്കണം. ഇന്നിവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല, അത് തീർച്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷമ്മാശൻ, ഞാൻ അങ്ങോട്ട് വരാം, കപ്പ്യാരും വരണം, ഞാൻ പിശാചുക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. കത്തനാർ,
അയ്യോ, താൻ പോകേണ്ട. ഇനിയും വല്ല ആപത്തും പറ്റിയേക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലാം. എനിക്ക് വല്ലതും പറ്റിയാലും തരക്കേടില്ല. വയസ്സ് 88 ആയല്ലോ. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എത്ര നാളിരിക്കും? എൻ്റെ കുഞ്ഞിന് ചെറുപ്പമല്ലേ. താൻ ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കേണ്ടുന്ന ആളാണല്ലോ. ഷെമ്മാശൻ: ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആർക്കും ആപത്തൊന്നും സംഭവിക്കില്ല. ഞാൻ ആ പിശാചുകളെ അവിടെ നിന്ന് ഓടിക്കാം. അച്ഛൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വരണം. നമുക്ക് പോകാം. അച്ഛനെ അയച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കയില്ല, തീർച്ച തന്നെ. ഇങ്ങനെ പറഞ്ഞു കത്തനാരും ഷെമ്മാശനും കപ്പിയാരും കൂടി പള്ളിയിലേക്ക് ചെന്നു. കപ്പിയാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നത് തന്നെ അന്വേഷിച്ചു കണ്ടുപിടിക്കാനായി ഗുഹയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നവരായിരിക്കും എന്ന് ഷെമ്മാശൻ ഊഹിച്ചു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെയെന്ന് തീർച്ചയാവുകയും ചെയ്തു. ഷെമ്മാശൻ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് കത്തനാർ: എൻ്റെ മകനെ, അടുത്ത് പോകരുതേ എന്ന് പറഞ്ഞു. ഷെമ്മാശൻ ഒരു കൂസലും കൂടാതെ അടുത്ത് ചെന്ന് അവരോട്: നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? ഇത് ദേവാലയമാണ്. നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് ജീവനോടുകൂടി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിക്ക് പോയിക്കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ: ഞങ്ങൾ നിന്നെക്കൊണ്ട് പോകാനായിട്ടാണ് വന്നത്. നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെമ്മാശനെ പിടിക്കാനായി എല്ലാവരും കൂടെ അടുത്തുകൂടി. ഷെമ്മാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം നിലം പതിക്കുകയും ചെയ്തു. ഇതുകണ്ട് കത്തനാരും കപ്പിയാരും അത്ഭുത പരവശരായി തീർന്നു. ഉടനെ കപ്പിയാർ മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ വന്നു കൂടുകയും ചെയ്തു. വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കരാകൃതി കണ്ടു. ഷെമ്മാശൻ്റെ വിദ്യയെക്കുറിച്ചും കേട്ട് വിസ്മയിച്ചു. അപ്പോൾ കത്തനാർ ഷെമ്മാശനോട്: ഇവർ മരിച്ചു പോയിരിക്കുമോ എന്ന് ചോദിച്ചു. ഷെമ്മാശൻ: മരിച്ചിട്ടില്ല, വേണമെങ്കിൽ മരിപ്പിക്കാം. കത്തനാർ: ഏത് വിധവും ഇവരെ ഇവിടെ നിന്ന് കളയണമല്ലോ. ഇവർ ഇവിടെ കിടന്നാലും നടന്നാലും ഉപദ്രവം തന്നെ. ഷെമ്മാശൻ: ഇപ്പോൾ കളഞ്ഞേക്കാം. അദ്ദേഹം പിന്നെയും എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു. ഉടനെ ആ ഭയങ്കരാകൃതികൾ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നെണീറ്റു. അപ്പോൾ ഷെമ്മാശൻ: എന്താ, ഇനി പോയിക്കൊള്ളാമോ? വേണമെങ്കിൽ കുറച്ചുകൂടി വല്ലതും തരാം എന്ന് പറഞ്ഞു. അത് കേട്ട് ആ കാട്ടുമുൻ: അയ്യോ, ഇനി ഒന്നും വേണ്ട, ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷെമ്മാശനെ വന്നിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. ഇതുകണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെടുകയും ഷെമ്മാശനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു. അപ്പോൾ കത്തനാർ ഷെമ്മാശനോട്: എൻ്റെ മകനെ, തനിക്ക് ഈ ദിവ്യശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇതൊന്നും എൻ്റെ ശക്തിയല്ല, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണല്ലോ എന്ന് ഷെമ്മാശൻ മറുപടി പറയുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ഷെമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു. അന്നു മുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്തു കത്തനാർ എന്നും കടമറ്റത്തച്ഛൻ എന്നും അവരുടെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം പിന്നെയും യഥാപൂർവം വികാരി കത്തനാരോടുകൂടി താമസിച്ചു. അക്കാലത്ത് അദ്ദേഹം സ്വദേശത്ത് ചിലർക്കുണ്ടായ ബാധോപദ്രവങ്ങളും ചാത്തൻ്റെ ഉപദ്രവങ്ങളും മറ്റും മാറ്റുകയാൽ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്ന് ഒരു പ്രസിദ്ധി ഉണ്ടായിത്തീരുകയും തന്നിമിത്തം ദൂരസ്ഥലങ്ങളിൽ നിന്നുകൂടി ആളുകൾ വന്ന് മന്ത്രവാദത്തിനായി അദ്ദേഹത്തെ കൊണ്ടുപോയി തുടങ്ങുകയും ആ മാർഗത്തിൽ അദ്ദേഹത്തിന് ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നല്ല സമ്പന്നനായിത്തീരുകയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവായിരുന്ന വികാരി കത്തനാർ പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുകയാൽ അദ്ദേഹം സ്വന്തമായി ഒരു ഗൃഹം പണി കഴിപ്പിച്ച് താമസം അങ്ങോട്ട് മാറ്റി. അതിനാൽ അദ്ദേഹം പാചകന്മാരെയും പരിചാരന്മാരെയും മറ്റു 4-5 പേരെ തന്നോടുകൂടി താമസിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും കടമറ്റത്തു കത്തനാർ എന്നുള്ള കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു. കടമറ്റത്തു കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ലെന്നുള്ള വിശ്വാസം സകല ജനങ്ങളുടെ ഇടയിലും ദൃഢമായി തീർന്നു. അതിനാൽ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടിരുന്നു. ആരാവശ്യപ്പെട്ടാലും എവിടെയായാലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസം ചുരുക്കമായിരുന്നു. അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആർക്കായാലും ഏതു കാര്യമായാലും സാധിച്ചു കൊടുക്കാൻ ഇന്നത് കിട്ടണമെന്നുള്ള നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടല്ലാതെ അദ്ദേഹത്തിന് ആരും കൊടുത്തിട്ടുമില്ല. അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ കുബേരനായി തീർന്നു. കടമറ്റത്തു കത്തനാരുടെ മന്ത്രവാദം എന്നുള്ള പ്രസിദ്ധി ലോകത്തിലെല്ലാം നിറഞ്ഞു കവികയാൽ അനേകം ദിക്കുകളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ചേരുകയും എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യസമ്പത്തും ധാരാളമുണ്ടായി. കടമറ്റത്തു സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ. ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്രകാരമെല്ലാമാണ് കടമറ്റത്തു കത്തനാരുടെ ജീവിതകഥാ സംക്ഷേപം. മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരോടാണെന്നും മറ്റുമുള്ള വിവരം അദ്ദേഹം ആരോടും പറഞ്ഞില്ല.
ഗുരുവിൻ്റെ അടുക്കൽ വെച്ച് ചെയ്ത സത്യം അദ്ദേഹം ശരിയായിട്ടു തന്നെ നിർവഹിച്ചു. എങ്കിലും അദ്ദേഹം സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത്. കടമറ്റത്ത് കത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടു കൂടെ തന്നെ അവസാനിച്ചു. അദ്ദേഹം താമസിച്ചിരുന്ന ഗൃഹം പോലും ഇപ്പോൾ അവിടെ കാണുവാനില്ല. എങ്കിലും ചില മന്ത്രവാദികളും മറ്റും ഇപ്പോഴും ആ സ്ഥലത്തു ചെന്ന് അദ്ദേഹത്തെ ധ്യാനിച്ചു വന്ദിക്കുകയും ചില കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചില വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്തു വരുന്നുണ്ട്. അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മഹാന്മാരെക്കുറിച്ചുള്ള ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുപോവുകയില്ല. പുളിയാമ്പള്ളി നമ്പൂതിരിക്കും മറ്റും ഇപ്പോഴും ചിലർ വെള്ളം കൂടി നടത്തി വരുന്നുണ്ടല്ലോ. ഇനി കത്തനാരുടെ അത്ഭുത കർമ്മങ്ങളെ ചിലതുകൂടി പറയാം. പണ്ട് തിരുവനന്തപുരത്തു നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറേയിട മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു. എങ്കിലും തിരുവനന്തപുരത്തുനിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തും മറ്റും വരാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണയായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴി തന്നെയായിരുന്നു. ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി. ആ യക്ഷി പകൽ സമയത്തും സർവാംഗ സുന്ദരിയും യുവതിയുമായ ഒരു വേശ്യാസ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്ന് നിൽക്കും. ആ വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ ഒരിക്കൽ മുറുക്കാൻ ചുണ്ണാമ്പു തരുമോ എന്നും സസ്മിതൻ ചോദിക്കും. ചുണ്ണാമ്പു കൊടുത്തു കഴിയുമ്പോൾ നർമ്മസല്ലാപം തുടരും. അവളുടെ വാക്കു കേട്ടാൽ മയങ്ങിപ്പോകാത്തവരില്ലായിരുന്നു. അതിനാൽ അവൾ പറഞ്ഞു മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. കാട്ടിൽ ചെന്നാൽ ഉടനെ പിടിച്ചു കടിച്ചു കീറി ചോര കുടിക്കുകയും നഖവും ശിഖയുമല്ലാത്തതെല്ലാം ഭക്ഷിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവളുടെ പതിവ്. ഇങ്ങനെ അവൾ അനേകാളുകളെ ഭക്ഷിച്ചു. ഇതറിഞ്ഞ ജനങ്ങൾ അതിലെ നടക്കാതെയായി. അപ്പോൾ ആ യക്ഷി രാത്രികാലങ്ങളിൽ കുടിയിടങ്ങളിൽ കടന്നു മനുഷ്യരെ പിടിച്ചു ഭക്ഷിച്ചു തുടങ്ങി. അതിനാൽ ജനങ്ങൾ ഏതു വിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് വിചാരിച്ച് അനേകം മന്ത്രവാദികളെ വരുത്തി പല വിദ്യകൾ ചെയ്യിച്ചു. അതൊന്നുകൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട് വിവരം പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. കത്തനാർ ആ സ്ഥലത്തു ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അടുത്തു ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരിയിട്ടുകൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പു തരാമോ എന്ന് ചോദിച്ചു. അത് കേട്ടു കത്തനാർ സന്തോഷത്തോടുകൂടി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരു ഇരുമ്പാണിയിൽ വെച്ച് നീട്ടിക്കൊടുത്തു. അത് മേടിക്കാൻ യക്ഷി സ്വല്പം അടിച്ചുവെങ്കിലും മേടിച്ചു. അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും അവൾക്ക് ഒന്നിനും ശക്തിയില്ലാതായി തീരുകയും ചെയ്തു. ചുണ്ണാമ്പോടുകൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത്. എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ തറയ്ക്കുകയാണ് ചെയ്തത്. ആ വാസ്തവവും യക്ഷി അറിഞ്ഞില്ല. ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ നടന്നു തുടങ്ങി. ഒരു ദാസിയെപ്പോലെ യക്ഷിയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ താമസിച്ചും 4-5 ദിവസം കൊണ്ട് അവർ കായംകുളത്ത് വന്നു ചേർന്നു. അവിടെ കത്തനാർക്കു പരിചയമുള്ളൊരു വീടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അവിടെ കയറി. യക്ഷിയും കൂടെയുണ്ടായിരുന്നു. ആ വീട് ചാത്തനാരുടെ മാതുലിൻ്റേതായിരുന്നു അത്രേ. അവിടെ അക്കാലത്ത് കത്തനാരുടെ മാതുലിയും വയോവൃദ്ധയും വിധേയവുമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിധവ യക്ഷിയെ കണ്ടിട്ട് ഇവൾ ഏതാണ് എന്ന് ചോദിച്ചു. കത്തനാർ, ഇവളെ ഇപ്പോൾ ഞാൻ എൻ്റെ ദാസിയാക്കിയിരിക്കുകയാണ്. എന്താ ചോദിച്ചത്? വൃദ്ധ, എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ലേയുള്ളൂ, അതാണ് ചോദിച്ചത്. കത്തനാർ, ഓഹോ, വിരോധമില്ല. വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിച്ചേക്കാം. ഇത് കേട്ട വൃദ്ധയ്ക്ക് വളരെ സന്തോഷമായി. അവർ ആ യക്ഷിയെ തൻ്റെ പുത്രിയെപ്പോലെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. ഉടനെ കത്തനാർ കുളിക്കാൻ പോയി. യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനെല്ലാം കാലാക്കി. കത്തനാർ കുളിയും ഊണും കഴിഞ്ഞ് സ്വല്പം ഒന്ന് കിടന്നു. വൃദ്ധയും യക്ഷിയും ഊണ് കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് അവിടെ വേറൊരു മുറിയിലിരുന്നു. ആ സമയം വാത്സല്യത്തോടുകൂടി യക്ഷിയുടെ തലമുടി ഭംഗിയായിട്ട് കെട്ടിക്കുന്നതിനായി ചീർപ്പെടുത്ത് ചീകി. അപ്പോൾ എന്തോ തടഞ്ഞതായി തോന്നുകയാൽ അവർ സൂക്ഷിച്ചു നോക്കുകയും യക്ഷിയുടെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നതായി കാണുകയും ചെയ്തു. ഉടനെ വൃദ്ധ, അയ്യോ മകളെ, ഇതാ നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നു. ഇതെങ്ങനെ വന്നു? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ആ അണി വലിച്ചൂരി. തൽക്ഷണം യക്ഷി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും അദൃശ്യയായി ഭവിക്കുകയും ചെയ്തു. വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുക്കൽ ഇരുന്നവൾ പെട്ടെന്ന് അദൃശ്യയായി തീർന്നപ്പോൾ വൃദ്ധ വല്ലാതെ പരിഭ്രമിച്ചു. കത്തനാരുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. തലയിൽ തറച്ചിരുന്ന ആണി ഊരിക്കളഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്നാൽ കാര്യം തെറ്റി എന്ന് പറഞ്ഞിട്ട് കത്തനാരും പിന്നാലെ പുറപ്പെട്ടു. ചില ലക്ഷണം കൊണ്ട് യക്ഷി വടക്കോട്ടാണ് പോയതെന്നറിഞ്ഞ് കത്തനാരും വടക്കോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നു കത്തനാർ കണ്ടു. കൂടെ എത്തണമെന്ന് വിചാരിച്ചു കത്തനാരും ക്ഷണത്തിൽ നടന്നു. 2 പേരും ആ നാത്ത് വന്നു ചേർന്നു. കത്തനാർ ആറ്റുകടവിലെത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ ഒരു തോണിയിൽ കയറ്റി പനയന്നാർ കാവിൽ കടവിലേക്ക് ഇറക്കി കഴിഞ്ഞു. കത്തനാർക്ക് പിന്നാലെ എത്തുന്നതിന് തൽക്കാലം അവിടെ വേറെ വള്ളമില്ലായിരുന്നു.
വള്ളം കിട്ടിയിട്ട് അതിൽ കയറി അക്കരെ ചെല്ലുമ്പോഴേക്കും യക്ഷി അവിടെ നിന്നും പോയി കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് കത്തനാർ അവിടെ നിന്നുകൊണ്ട് യക്ഷിക്ക് അവിടെ നിന്ന് പോകാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു വിദ്യ പ്രയോഗിച്ചു. പിന്നെ അദ്ദേഹം ഒരു വാഴയിൽ നിന്ന് ഒരു തൂശനില മുറിച്ചെടുത്തു വെള്ളത്തിലിട്ട് അതിൽ കയറി തുഴഞ്ഞ് അക്കരെ ഇറങ്ങി യക്ഷിയുടെ അടുക്കൽ ചെന്ന്, നീ എവിടെ പോകുന്നു? നിന്നെ ഞാൻ വിട്ടയക്കുകയില്ല. ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ ഞാൻ അങ്ങനെ അനുവദിക്കാം. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറുത്തു ഹോമിക്കും. ഏതാണ് നിനക്ക് സമ്മതമെന്ന് പറയുക എന്ന് പറഞ്ഞു. അത് കേട്ട യക്ഷി, ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഇനി എന്നും ഇവിടെ ഇരുന്നു കൊള്ളാം. എന്നെ സംഹരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ അങ്ങനെ സത്യം ചെയ്യുക എന്ന് കത്തനാർ പറയുകയും യക്ഷി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ആ യക്ഷി അവിടെ തന്നെ താമസമായി. യക്ഷി അദൃശ്യമായിട്ടാണ് അവിടെ താമസിക്കുന്നത്. എങ്കിലും കറുത്തവാവ്, വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയത്തും മറ്റും ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും മറ്റും ഇപ്പോഴും ചില കാലങ്ങളിൽ കാണാറുണ്ടെന്നാണ് കേൾവി. അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തെ പ്രധാനമാക്കി പറയുമ്പോൾ ജനങ്ങൾ ആ യക്ഷിയെ പനയന്നാർക്കാവിലെ യക്ഷിയെന്നും ദേശപ്പേരിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ പരുമല യക്ഷിയെന്നും പറഞ്ഞു വരുന്നു. ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെയും ഒരു വിധത്തിലും ഉപദ്രവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല. കടമറ്റത്തു കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചമൺ മഠത്തിൽ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമെന്നല്ല, വലിയ സ്നേഹമായിരുന്നു. കുഞ്ചമൺ പോറ്റിമാർ പണ്ടേ തന്നെ വലിയ മന്ത്രവാദികളും ചാത്തന്മാരെ സേവിച്ചു വശംവരാക്കിയിട്ടുള്ളതുമാണെന്നു പ്രസിദ്ധമാണല്ലോ. കത്തനാരും വലിയ മന്ത്രവാദിയായി തീർന്നതിനാലാണ് അവർ തമ്മിൽ സ്നേഹമായി തീർന്നത്. ഓരോ ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചും മറ്റും കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയും അപ്പോഴെല്ലാം പോറ്റി കത്തനാരെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും പതിവായിരുന്നു. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കുഞ്ചമൺ മഠത്തിലൊന്ന് പോകണമെന്ന് കത്തനാർ നിശ്ചയിച്ചു. അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നുവെങ്കിലും സ്വല്പം ഉൾത്തിക്കുമുണ്ടായിരുന്നു. താൻ ചാത്തന്മാരെ തൻ്റെ ഭൃത്യന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ എന്നും അത് കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുമായിരുന്നു പോറ്റിയുടെ വിചാരം. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് തന്നോളം നൈപുണ്യമില്ലല്ലോ എന്നൊരു വിചാരം കത്തനാർക്കും ഉണ്ടായിരുന്നു. അതിനാൽ കത്തനാർ ഒരു കൗശലം പ്രയോഗിച്ചു. കുഞ്ചമൺ പോറ്റി എവിടെയുണ്ടെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറിപ്പോകുമ്പോൾ ഊന്നാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പതിവ്. അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ചു കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരാരുമില്ലാതെ പുറപ്പെട്ടു. കുഞ്ചമൺ പോറ്റിയുടെ കടവിൽ ചെന്നടുത്തു. ആരും ഊന്നുകയും തുഴയുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്നെടുക്കുന്നത് കണ്ട് പോറ്റി കടവിലേക്ക് ചെന്നു. അപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങി. അപ്പോൾ, ഹേ, ഇതെന്താണ് വള്ളക്കാരാരുമില്ലാതെ പുറപ്പെട്ടത് എന്ന് ചോദിച്ചു. അതിനുത്തരമായി കത്തനാർ, തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇങ്ങോട്ട് യാത്ര നിശ്ചയിക്കുകയും ചെയ്തു. അതിനാൽ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കണമെന്ന് തോണിയോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ തോണിയിൽ കയറി. തോണി അന്യസഹായം കൂടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തോണി തനിയെ നടന്നതു കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും പോറ്റിക്ക് മനസ്സിലായി. എങ്കിലും പിന്നെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം ചട്ടം കെട്ടി കൊടുത്തു. ഭക്ഷണാനന്തരം സ്വൈരസല്ലാപം ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി നേരം 4-5 നാഴിക പകലാകുന്നവരെ അവിടെയിരുന്നു. അതിൻ്റെ ശേഷം കത്തനാർ, നേരം വൈകി തുടങ്ങിയല്ലോ, എനിക്ക് ഇന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതിന് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി, ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത്. ഒരു 4 ദിവസമെങ്കിലും താമസിക്കാതെ ഇന്ന് തന്നെ പോകുന്ന വലിയ സങ്കടമാണ്. എനിക്ക് കത്തനാരോട് ചോദിച്ചു പല സംഗതികൾ അറിയാനുണ്ട്. അതിനാൽ നിവൃത്തിയുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ കൊള്ളാം. അതിന് സൗകര്യമില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ ചെയ്യുക, അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. വളരെ നിർബന്ധിച്ചു. എങ്കിലും ഇന്ന് പോകാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ തീർച്ചയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കത്തനാർ യാത്രയായി. കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു. അപ്പോൾ കത്തനാരുടെ വള്ളം അവിടെ ഇല്ലായിരുന്നു. ഓ, നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കത്തനാർ 4 പുറത്തേക്ക് മേൽപോട്ട് നോക്കി. അപ്പോൾ വള്ളം കടവിനടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടിട്ട് ഇത് പോറ്റി തന്നെ അവമാനിക്കാനായി തൻ്റെ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിച്ച വിദ്യയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കത്തനാർ, ഇതാ എൻ്റെ തോണി ഈ മാവിൻ്റെ മുകളിലിരിക്കുന്നു. ഇവിടത്തെ കടവിലാണ് ഞാൻ തോണി ഇട്ടിരുന്നത്. അതിനാൽ അത് താഴെ ഇറക്കിച്ചു തരാനുള്ള ചുമതല ഇവിടേക്കാണ് എന്ന് പോറ്റിയോട് പറഞ്ഞു. പോറ്റി, മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം താഴെ ഇറക്കിച്ചു തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുകയില്ല. അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ചു കൊണ്ടുപോയിക്കൊള്ളണം. കത്തനാർ, ഉപായം ഒന്നും പറയണ്ട, സംഗതിയൊക്കെ എനിക്കറിയാം. തോണി താഴെ ഇറക്കിച്ചു തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമുടുക്കാതെ വെളിയിൽ ഇറങ്ങി വന്ന് മാവിന്മേൽ കയറി തോണി എടുത്ത് താഴെ കൊണ്ടുവരുവാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും. അത് കൂടാതെ കഴിക്കുകയല്ലേ നല്ലത്. പോറ്റി, കത്തനാർ വിചാരിച്ചാൽ അത് സാധിക്കുമോ? കത്തനാർ, പരീക്ഷിച്ചു നോക്കാം.
കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് പോറ്റി, അയ്യോ എൻ്റെ കത്തനാരെ, എന്നെ അപമാനിക്കരുത്, ഞാനിപ്പോൾ വെള്ളം ഇറക്കിച്ചു തരാം എന്ന് പറയുകയും ചാത്തന്മാരെ കൊണ്ട് വെള്ളം ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്താക്കിച്ചു കൊടുക്കുകയും ഉടനെ അന്തർജനങ്ങളെല്ലാം അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ കത്തനാരും പോറ്റിയും ഇനിയൊരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടിയിരുന്ന് കൊള്ളാമെന്നും പരസ്പരം കൈപ്പിടിച്ച് സത്യം ചെയ്തു. രണ്ടുപേരും ആജീവനാന്തം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു. ഒരിക്കൽ യെരുസലേമിൽ നിന്നോ മറ്റോ ഒരു ബാവ മലയാള രാജ്യം സന്ദർശിക്കുന്നതിനായി വന്നിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തിൽ ഒരു ദിവസം കടമറ്റത്തു പള്ളിയിൽ ചെന്നു ചേർന്നു. അപ്പോൾ കത്തനാർ ചില സാധനങ്ങൾ കാഴ്ചവെച്ചു. ബാവായെ വന്ദിച്ചു. കാഴ്ചവെച്ച സാധനങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളിലല്ലാതെ മലയാളത്തിൽ കിട്ടാത്തവയായിരുന്നു. അതിനാൽ അവ കണ്ടു ബാവ ഏറ്റവും സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ഈ കൂട്ടത്തിൽ പച്ചമുന്തിരിങ്ങാക്കുല കൂടി ആകാമായിരുന്നു, അത് ഈ ദിക്കിൽ സുലഭമായിരിക്കുമല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കത്തനാർ, ഇവിടെ സുലഭമല്ലാതെ ഒന്നുമില്ല, പച്ചമുന്തിരിങ്ങാക്കുല എത്ര വേണമെങ്കിലും ഉണ്ടാകും. ഒരു മുന്തിരിങ്ങാപ്പഴം കുഴിച്ചിട്ടാൽ ഒരു മാത്ര കഴിയുന്നതിന് മുമ്പ് പച്ചമുന്തിരിങ്ങാക്കുല പറിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബാവ, അപ്പോൾ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറയുകയും ഉടനെ കത്തനാർ ഒരു മുന്തിരിങ്ങാപ്പഴം പള്ളിമുറ്റത്ത് കുഴിച്ചിടുകയും മാത്രയ്ക്ക് മുമ്പ് അത് മുളച്ച് പടർന്ന് അസംഖ്യം മുന്തിരിങ്ങാക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു. ബാവ അത് കണ്ട് പൂർവാധികം വിസ്മയിച്ച് ഒരു പച്ചമുന്തിരിങ്ങാക്കുല പറിച്ചെടുത്ത് പരീക്ഷിച്ച് നോക്കിയാൽ കാഴ്ചയിലും സ്വാദിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബാവ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ കത്തനാർ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണെന്നും അദ്ദേഹം പച്ചമുന്തിരിങ്ങയുണ്ടാക്കിയതും ഇന്ദ്രജാലം കൊണ്ടാണെന്നും കത്തനാരുടെ വാസസ്ഥലത്ത് അനേകം മന്ത്രവാദ ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ടെന്നും മറ്റും ബാവയെ ഗ്രഹിപ്പിച്ചു. ഉടനെ ബാവ കത്തനാരുടെ വാസസ്ഥലത്ത് ചെന്നു അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ച് തീയിലിട്ടു ചുടിയിച്ചു. അപ്പോൾ ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെപ്പോലെ പറന്ന് ആകാശമാർഗത്തിങ്കൽ പോയി നിന്നു. ബാവായും കൂട്ടരും വളരെ ശ്രമിച്ചിട്ടും അതിലൊരു ഗ്രന്ഥം പോലും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം ബാവ കത്തനാരെ അടുക്കൽ വിളിച്ച്, എൻ്റെ മക്കളെ, ഈ വക വിദ്യകളൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല, അതിനാൽ നീ ഇനി മേലാൽ മന്ത്രവാദവും മറ്റും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കത്തനാർ, ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായി യാതൊന്നും ചെയ്യാറില്ല, മേലാൽ ചെയ്യുകയുമില്ല. പഠിച്ച വിദ്യ ജനോപകാരപരമാർത്ഥമായി ചെയ്യരുതെന്ന് കൽപ്പിക്കുന്നത് സങ്കടമാണ്. ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതെല്ലാം ചെയ്തുകൊള്ളുന്നതിന് കൽപ്പിച്ചനുവദിക്കണം എന്നാണ് മറുപടി പറഞ്ഞത്. വളരെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം യഥേഷ്ടം എന്തും ചെയ്തു കൊള്ളുന്നതിന് അനുവദിച്ച് കത്തനാരെ അനുഗ്രഹിച്ചിട്ട് ബാവ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഒരിക്കൽ ലന്തക്കാരുടെ ഉപദ്രവം ദുസ്സഹമായി തീരുകയാൽ അന്ന് നാടുവാണിരുന്ന കൊച്ചി തമ്പുരാൻ കടമറ്റത്ത് കത്തനാർക്ക് ആളയച്ചു കോവിലകത്തു വരുത്തി വിവരം കൽപ്പിച്ചപ്പോൾ കത്തനാർ ഒരമ്പു ജപിച്ചു കൊടുത്തിട്ട്, ഈ അമ്പ് ഇത് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിച്ചാൽ ഇവിടേക്കുള്ള ഉപദ്രവം ഒഴിയും എന്ന് പറയുകയും തമ്പുരാൻ ആ അമ്പ് ഒരു ഭടനെ കൊണ്ട് എയിച്ചു ലന്തക്കാരുടെ പാളയത്തിൽ വീഴിക്കുകയും അപ്പോൾ മുതൽ ലന്തപ്പടയാളികൾക്ക് ബുദ്ധിഭ്രമം ആരംഭിക്കുകയും അവർ പരസ്പരം വെട്ടിയും കുത്തിയും എല്ലാവരും മരിക്കുകയും അങ്ങനെ കൊച്ചി തമ്പുരാന് നേരിട്ടിരുന്ന ഉപദ്രവം ശമിക്കുകയും ചെയ്തു. ചില ക്ഷേത്രസന്നിധിയിലും മറ്റും വഴിപാടായിട്ടോ വിനോദത്തിനായിട്ടോ പടയണി എന്നൊരു കളി ഇപ്പോഴും നടപ്പുണ്ടല്ലോ. അതിൽ സംഘക്കളിയിലും മറ്റുമുള്ളതുപോലെ പല വേഷങ്ങൾ കെട്ടിവരിക പതിവാണ്. അക്കൂട്ടത്തിൽ മുൻകാലങ്ങളിൽ ഒരു കത്തനാരുടെ വേഷം കൂടി പതിവുണ്ടായിരുന്നു. ഒരിക്കൽ കടമറ്റത്തു കത്തനാർ എവിടെയോ പോയി വരുന്ന സമയം ഒരു പടയണി കാണുന്നതിനിടയായി. ഒരാൾ ആ കത്തനാരുടെ വേഷം ധരിച്ച് അരങ്ങത്തു വന്ന് ചില ഗോഷ്ഠികൾ കാണിക്കുകയും ചില അസഭ്യങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടത്. ഉടനെ അദ്ദേഹം എന്തോ ഒരു വിദ്യ പ്രയോഗിക്കയാൽ കത്തനാരുടെ വേഷം ധരിച്ചിരുന്നയാൾ ബോധരഹിതനായി മുഷ്ടി ചുരുട്ടി തന്നെത്താൻ മാറത്തടിച്ചു തുടങ്ങി. പടയണിക്കാർ വിചാരിച്ചിട്ട് അത് ഭേദപ്പെടുത്താൻ കഴിഞ്ഞില്ല. കത്തനാരുടെ വേഷം ധരിച്ചയാൾ തന്നെ അടിച്ചു മരിക്കുമെന്നുള്ള ദിക്കായി. അപ്പോൾ കടമറ്റത്തു കത്തനാർ അവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എന്തോ ചെയ്തിട്ടാണ് ഈ വേഷക്കാരൻ ഇപ്രകാരം ചെയ്യുന്നതെന്നും പടയണിക്കാർക്ക് മനസ്സിലായി. അവരെല്ലാവരും കൂടി കത്തനാരുടെ അടുക്കൽ ചെന്നു കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമായാചനം ചെയ്തു. മേലാൽ പടയണികളിൽ കത്തനാരുടെ വേഷം കെട്ടുകയില്ലെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് കത്തനാർ എന്തോ ചെയ്ത് ആ വേഷക്കാരനെ സ്വസ്ഥനാക്കി തീർത്തു. അന്നു മുതൽ പടയണിക്കാർ കത്തനാരുടെ വേഷം ധരിക്കാതെയായി. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കടമറ്റത്തു കത്തനാരുടെ അത്ഭുത കർമ്മങ്ങൾ അസംഖ്യമുണ്ട്. അവയെല്ലാം പറഞ്ഞു തീർക്കാൻ ആരാലും സാധിക്കുന്നതല്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ കത്തനാർ അസാമാന്യനായ ഒരു മാന്ത്രികനായിരുന്നെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. പുരാതന്മാരായ മഹർഷിമാർ മന്ത്രവാദം സംബന്ധിച്ചു മന്ത്രസാരം, യന്ത്രസാരം, പ്രയോഗസാരം, പ്രപഞ്ചസാരം മുതലായി അനേകം ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയെല്ലാം ഒരുമാതിരി ദുഷിച്ച ഭാഷയിലാണെന്നേ ഉള്ളൂ. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. നന്ദി.